നിതിൻ രാജിൻ്റെ മരണം വളരെ അധികം ദാരുണമാണ്. ആ കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ വളരെ ദാരുണമായ ഒരു സംഭവമായിട്ട് അത് കാണാൻ കഴിയും. കാരണം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരാൾക്ക് ആളുടെ നിറത്തെപ്പറ്റി, ജാതിയെപ്പറ്റി ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നു എന്നത് തന്നെ വളരെ ദാരുണമായ ഒരു അവസ്ഥയെ കാണിക്കുന്നു. ഇത്രയും കർശനമായ SC/ST വകുപ്പുകൾ നിലനിന്നിട്ട് ഇതിന് അവഗണിച്ചുകൊണ്ട് ചിലരെങ്കിലും പ്രവർത്തിക്കുന്നു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ഇല്ലായ്മ ചെയ്തേ തീരൂ. മരണത്തിന് എന്തൊക്കെയാണ് കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഏതായാലും ഒരു അധ്യാപകൻ ആയിട്ടുള്ള ഡോക്ടർ റാം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി മറ്റു വിദ്യാർത്ഥികൾ പറയുന്നത് കേട്ടാൽ അദ്ദേഹം എങ്ങനെ ഒരു അധ്യാപകനായി എന്ന് നമുക്ക് അത്ഭുതം തോന്നും. അതായത് ആ രീതിയിലാണ് അവരെല്ലാം വിദ്യാർത്ഥികളോട് പെരുമാറുന്നത്. ഇങ്ങനെ ഒരു അധ്യാപകന് ഈ കാലഘട്ടത്തിൽ എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. അത്രയും വലിയൊരു പവർ എങ്ങനെയാണ് അങ്ങനെ ഒരു അധ്യാപകന് മാത്രമായി കിട്ടുന്നത് എന്നുള്ളതും ഒരു അത്ഭുതമാണ്. ഏതായാലും ആ അധ്യാപകനെതിരെ കർശനമായ നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ എൻ്റെ ഒരു പോസ്റ്റിൽ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല കേരളം കണ്ട ഏറ്റവും നല്ല ഒരു കലാകാരനായ, പ്രത്യേകിച്ച് നാടൻപാട്ട് കലകളെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശ്രീ കലാഭവൻ മണിക്കുണ്ടായ അനുഭവം പോലും എന്നെ ഈ കാര്യത്തിൽ ഓർമ്മകളിലേക്ക് വലിച്ചഴിക്കുകയാണ്. അപ്പോൾ ഇത്തരം റാം പോലുള്ള അധ്യാപകർക്ക്, എല്ലാ അധ്യാപകർക്കും ഈ മെഡിക്കൽ കോളേജുകളിലെ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും പ്രത്യേകിച്ച്, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലുമൊക്കെയുള്ള അധ്യാപകർക്ക് 1-2 ദിവസത്തെ ഒരു ഇൻ സർവീസ് കോഴ്സ് വയ്ക്കണം. അതിൽ പ്രധാനമായിട്ടും സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും എല്ലാം വന്ന് അവരെ ഒന്ന് പഠിപ്പിച്ച് എങ്ങനെയാണ് വിദ്യാർത്ഥികളോട് പെരുമാറേണ്ടതെന്ന് ഒരു ചെറിയ ക്ലാസ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് കാണപ്പെടുന്നുണ്ട്. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, സിദ്ധാർത്ഥനെ തല്ലിക്കൊല്ലാൻ സഹായിച്ച അല്ലെങ്കിൽ അതിന് വിധേയരാക്കിയ കൂട്ടരും വലിയ സമരവുമായി ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സിദ്ധാർത്ഥനോട് അവർ കാണിച്ച ക്രൂരതയ്ക്ക് അവർക്ക് മാപ്പ് കിട്ടിയോ? അത് കിട്ടിക്കഴിഞ്ഞിട്ടാണോ ഇപ്പോഴത്തെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്? അതോ ഭരണം പോയി ഇനി വരാൻ പോകുന്ന സമരങ്ങളുടെ നാന്ദിയാണോ അതെന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇക്കാര്യത്തിൽ നമ്മുടെ സമൂഹം തന്നെ കുറ്റവാളിയാണ്. ഏതായാലും ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന ഒരാൾ മരിച്ചു. ആ കുടുംബത്തിന് തീർച്ചയായിട്ടും സാമ്പത്തിക സഹായവും അത്യാവശ്യമാണ്. അവിടെ ഇനി പെൺകുഞ്ഞുങ്ങളുണ്ട്. ആ കുടുംബത്തിന് വളരേണ്ടത് ആവശ്യമാണ്. ആ കുടുംബത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളോടൊപ്പം ഞാൻ പങ്കുചേരുന്നു. അതോടൊപ്പം കൃത്യമായ അന്വേഷണം നടത്തി ശരിയായ രീതിയിലുള്ള ശിക്ഷ ഇതിൻ്റെ കുറ്റവാളികൾക്ക് കിട്ടാനായി പോലീസ് ശരിയായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.